ഗെയ്സ്, ഇന്ന് പിന്നെ ഞാൻ പോലീസായിട്ട് ഇരിക്കേണ്ട. ഞാൻ പോലീസായിട്ട് ഹാർഡ് വർക്കില് കള്ളന്മാരൊക്കെ പിടിച്ച് എനിക്ക് ഗവൺമെന്റ് എനിക്കൊരു വണ്ടി വന്ന് സൂപ്പർ ബോളാണോ. നമുക്ക് ഈ വണ്ടി എടുക്കാം. നമ്മൾ ഇന്ന് കുറെ പേർക്കൊക്കെ ലീവ് കിട്ടി. എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനായി ലീവ് എടുത്തു. എനിക്കങ്ങനെ ലീവ് എടുത്താലും എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എന്നെ തന്നെ വിളിക്കും. ഒരു മിനിറ്റ്, എന്നാരും വിളിക്കണ്ടല്ലോ, ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഹലോ ഹലോ, ഞാനാണ് പോലീസ് സ്റ്റേഷനിലെ കമ്മീഷണർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കേസാണ്. നീ എത്ര മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ വരണം? ശരി സർ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എനിക്കിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ ഒരു മിഷൻ വന്നൊക്കെയാണ്. അപ്പൊ എനിക്ക് ആ മിഷൻ ചെയ്യാൻ എത്ര മണി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഗൈസ്, ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ട. നമുക്ക് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറാം. ഓക്കെ ഓക്കെ, ഓട് 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 ഓട്. എനിക്കൊരു ട്രെയിനിങ് കിട്ടി. ഓടല് ശീലമായിപ്പോയി. എന്താ സാർ വിളിച്ചത്? സാർ എന്താ പുറത്ത് നിൽക്കണത്? എടാ, ഇന്ന് കുറെ പേർക്കൊക്കെ ലീവ് കൊടുത്തില്ലേ. അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ പുറത്തിനാണ് പോലീസ് സ്റ്റേഷനെ സംരക്ഷിക്കാനായിട്ട്. അപ്പൊ അപ്പൊ ഞാൻ പുറത്തേക്കാണ്. അപ്പൊ നിനക്ക് എന്താണ് വിഷൻ? നമ്മുടെ രാജേന്ദ്രൻ ഇല്ലേ? ഏത് രാജേന്ദ്ര? എടാ, രാജേന്ദ്ര എസ്, നിനക്കറിയില്ലേ? ആ, മനസ്സിലായി. ആളല്ല, ആളുടെ മോനാണ്. ആളുടെ മോൻ ഇന്നലെ രാത്രി കിഡ്നാപ്പറാണ്. ആള് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ മോനെ കാണാനില്ല. വാതിൽ തുറന്നു കിടക്കണ്. ഏത് വാതില്? എടാ, മെയിൻ ഡോർ. ഞാൻ ഇപ്പ ആ കൊച്ച് എവിടെയാന്ന് കണ്ടുപിടിക്കണോ? കണ്ടുപിടിക്കല് മാത്രമല്ല, ആ കൊച്ചിനെ കൊണ്ടുവരണം. ഈ പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും ബെസ്റ്റ് പോലീസാണ് നീ. അപ്പൊ നിനക്കേ അതിന് പറ്റുള്ളൂ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, ആ മൊബൈൽ നമ്പർ വരാ കൊച്ചു മോന്റെ. അപ്പൊ നീ ആ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യ, അതായിരിക്കും നല്ലത്. അപ്പൊ നിനക്ക് പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാ. ശരി സോ, ഈ ലൊക്കേഷൻ ട്രേസ് ആക്കിയാണ് നമുക്ക് എത്ര മിനിറ്റ് ആ കൊച്ചിനെ കണ്ടുപിടിക്കാം. എന്റെ മൊബൈലിലോട്ട് കേട്ടടി ലൊക്കേഷൻ GPS എല്ലാം കേട്ടടി. ഗൈസ്, ഞാൻ എന്റെ മൊബൈലിലോട്ട് കയറ്റിക്കേണ്ട. നമുക്കിനി ആ സാറിന്റെ അടുത്ത് പറയാം. സാറേ, ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ആ കൊച്ചിനെ കൊണ്ടുവരാം. നീ വേഗം കൊണ്ടുപോവാ. ആശ്വാസം. ശരി സാറേ, ഞാൻ വണ്ടി എടുക്കട്ടെ. ഓക്കെ, ഇനിയാ എന്തുട്ടാ പറയാ, കിഡ്നാപ്പറിനെ വെറുതെ വിടൂല. പിന്നെ ആ കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടാക്കണം. അതാണ് നമ്മളെ ഇന്നത്തെ മിഷൻ. ആദ്യത്തെ ലൊക്കേഷൻ എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമുക്കപ്പോ അങ്ങോട്ടേക്ക് പോവാ. ഓക്കെ, നമ്മ വണ്ടി എടുത്തൊക്കെയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. വണ്ടി എടുത്ത് വേഗം പടച്ചുള്ളി. സ്പീഡപ്പ്. ആ വണ്ടി അവിടുന്ന് മാറണതിന് മുമ്പ് നമുക്ക് ആ വണ്ടി ട്രേസ് ചെയ്യാം. നമ്പർ പ്ലേറ്റ് നോക്കണം, അതൊക്കെ നോക്കണം. ഓക്കെ, വേഗം. ഈ ഗവൺമെന്റ് വണ്ടിക്കാണ് ഈ സ്പീഡ് കിട്ടുക. ഈ വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അയാളെ വേഗം പിടിച്ചു. അയാളവിടെ മൊബൈലിൽ ആ കൊച്ചിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി. ഇനി ആ കൊച്ചിനും കണ്ടുപിടിക്കാൻ പറ്റൂല. നമ്മൾ റോട്ടിലുള്ളവരുടെ അടുത്ത് ചോദിക്കുക, വണ്ടി എങ്ങനെ സ്പീഡിൽ പോണ ഏതെങ്കിലും വണ്ടി കണ്ടോന്ന്. നമുക്ക് ഇവിടെ ഒരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് നിർത്താം. പോലീസ് സാറേ, ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് എല്ലാം ഉണ്ട്. അതിനല്ല ഞാൻ ഇപ്പൊ വണ്ടി നിർത്തിപ്പിച്ചത്. നീ എങ്ങാനും വല്ല ഒരു വണ്ടി ടച്ച് സ്പീഡിൽ പോണ എങ്ങാനും കണ്ടായിരുന്നു. ഒരു മസ്റ്റാങ്. വെറുതെ അല്ല എനിക്ക് അവനെ പിടിക്കാൻ പറ്റാത്തത്. എന്താ സോ? ഒന്നുമില്ല. ആ വണ്ടി എങ്ങോട്ടേക്കാ പോയത്? ഏത് ഡയറക്ഷൻ? സാറിന്റെ പിന്നിലൂടെയായിരുന്നു പോയത്. അതായത് സാർ ഇപ്പൊ നിക്കണ സ്ഥലം അതിന്റെ നേരാ. ശരി. ഓക്കെ, താങ്ക്സ്. ശരി സാർ. ഗൈസ്, എനിക്ക് ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവന് ഈ നേരെ പോയത്. നേരെ നമുക്ക് വേഗം വണ്ടി എടുക്ക്. വണ്ടി സ്റ്റാർട്ട് ആവാത്തത്. എന്റെ പൊന്നി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി. ഓക്കെ, നേരെ പോ. ഒരു സാർ ഒരു മെസ്സേജ് ഇട്ടുണ്ട്, നോക്കട്ടെ. കമ്മീഷണറാ. പണിമാളി എന്താണ്ടൊക്കെയോ വേഗം സ്റ്റേഷനിലേക്ക് വരാൻ എന്തിനാണ്ടൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് ഇപ്പൊ വേഗം സ്റ്റേഷനിലേക്ക് പോവാ.
ഈ വണ്ടി മറിയല്ലേ ഗവൺമെന്റ് വണ്ടിയാണ്. എന്താ സാറേ വിളിച്ചത്? എടാ ഇപ്പൊ നിന്റെ കയ്യിൽ നിന്ന് വയ്ക്ക. നീ ഇത്തിരി കൂടി നേരത്തെ അവനെ കണ്ടുപിടിക്കായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു. അതിനിപ്പോ എന്താ പറ്റിയത്? പറ്റിയ എന്താണല്ലേ ആ ആ എന്തുട്ടാ അവന്റെ പേര് രാജേന്ദ്രന്റെ കൊല്ലപ്പെട്ട്. സത്യം? അയ്യോ സാറേ, ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, ആ ബോഡി എവിടെ കിടക്കണ? നിന്റെ വീട്ടിലത്തെ സ്വിമ്മിംഗ് പൂളില്. സത്യം? അവിടെ സത്യമാണ്, വേണമെങ്കിൽ പോയി നോക്കോ. ശരി സാർ. ഗൈസ്, ഇതാണ് ആ ബോഡി. കണ്ട, ഇവന് ആരോ കത്തി വെച്ചെങ്ങാണ്ട് ഇരുമ്പ് വെച്ചെങ്ങാണ്ട് കുത്തിയേക്കാണ്. എനിക്കറിയില്ല. അയ്യോ, എന്റെ വണ്ടി അവിടെ ഞാൻ മറന്നു വെച്ച് പോയി. വേഗം പോയി എടുക്കട്ടെ, ഇല്ലേ കള്ളന്മാരടിച്ചോണ്ട് പോകും. ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് CCTV നോക്കാം. നമ്മുടെ വീട്ടിലത്തെ CCTV ഉണ്ടായത് ഭാഗ്യം. നമുക്ക് നോക്കാം. എന്റെ PC-ലല്ല CCTV-യുടെ കൺട്രോൾസ് ഒക്കെ ഇരിക്കുക. മൊബൈലിൽ ഞാൻ കേറ്റിട്ടില്ല. ഇന്ന് മിക്കവാറും ഞാൻ കേറ്റു. ഒരു മിനിറ്റ്, വേഗം പോട്ടെ. ഓക്കെ, നമുക്ക് നോക്കട്ടെ, ഇതിൽ നോക്കാം. ഗൈസ്, നമുക്ക് ഇങ്ങനെ കിട്ടിയേക്കാണ്ട. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ വേണ്ട, നമ്മുടെ മറ്റേ സഞ്ജയ് ഇല്ലേ, സഞ്ജയാണ് ഈ കൊലപാതകം ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അവനെ പോയി അറസ്റ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടിയും കണ്ടു കൊടുത്തിട്ട് നമുക്ക് അവനെ എന്തെങ്കിലും ചെയ്യാം. ഗൈസ്, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഓക്കെ, നമുക്ക് അവനെ അറസ്റ്റ് ചെയ്തോണ്ട് വരാം. ഗൈസ്, ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്ത് വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള കാര്യം, ഇവനെ നമ്മ എന്ത് ചെയ്യും? നമുക്കിവനെ കൊല്ലാം. ഇവൻ കൊലപാതകക്കാരനാ. അപ്പൊ നമുക്കിവനെ കൊല്ലാം. ഒരു ടവറുണ്ട്, അത് സ്റ്റണ്ട് ചെയ്യണ ഒരു ടവറാണ്. അപ്പൊ നമുക്ക് അവിടെ ചെല്ലാം. ഓക്കെ, നമ്മ അങ്ങനെ അവിടെ എത്തിയേക്കണ്ട. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാം. $2,000 years later. ഓക്കെ ഗീസ്, ഞാൻ താഴെ ഇട്ടുകൊണ്ട് ആൾക്കാർ നമ്മളെ കാണുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. അതായിരിക്കും നല്ലത്. ഓക്കെ ഗീസ്, ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാൽ കാണ്ട. നമുക്ക് സാറിൻ്റെ അടുത്ത് കാര്യം പറയാം. സാറേ, ഞാൻ മറ്റേ അഭിഷേകിന്റെ മോനില്ലേ സഞ്ജയ്, അവനെ ഞാൻ കൊന്നു. എന്തിന്? സാറേ, അവനിപ്പോഴേ വലിയ കുറ്റമാണ് ചെയ്തേക്കണത്. ഇല്ലേ രാജേന്ദ്രന്റെ മോനെ അവൻ കൊന്നേക്കാണ്. അതായത് അവൻ സൈക്കോ പോലെയാണ് അവൻ കൊന്നേക്കണത്. അപ്പൊ അവനെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് ബോധം കിടത്തിയിട്ടൊന്ന് ഇടിച്ചും എന്നിട്ട് മോളിൽ നിന്ന് താഴിട്ടുള്ളൂ. ഏറ്റവും മോളിൽ നിന്ന് വലിയ കാര്യമായിട്ട് എന്താ പറയാ, ബോൺസ് കൂടിയും നല്ല കാര്യമായിട്ട്. ആ കൊച്ചിന്റെ ബോൺസ് എല്ലാം ഓടിഞ്ഞേക്കണോ, സൈക്കോ പോലെ ആണ് ചെയ്തിരിക്കണത്. അപ്പൊ ശരി സാറേ, ഞാൻ വീട്ടിൽ പോട്ടെ. ശരി സാർ. ഗീസ്, ഇവിടെ അഭിഷേക് ഒന്നാണ്. എന്താ സോ? യാരോ എൻ മകനെ കൊണ്ടുവിട്ടു எனக்கு தெரியாது. என் மகனை கொன்றது யாருன்னு நீ கண்டுபிடிச்சிடுவாய். എൻ അഡീബ് പക്കിരായി ഒരു പോലീസ് അധികാരി ഇറുക്കിയതാണ്. അവ പേർ IPS അസീം റയാൻ. എന്നാൽ എന്നെ ഒന്നും ചെയ്യാൻ മുടിയാതെ. அப்படித்தான் இருக்கிறது. അപ്പൊ ബൈ ബൈ. Va, va, va y va.
hours later. എന്തുട്ട ഈ ടീ 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 എന്നടിച്ചോണ്ടിരിക്കുന്നത്? എന്തുട്ടാ സാധനം? ഞാൻ നോക്കട്ടെ. നിക്കട്ടെ. ഈ പാതിരാക്ക് എവിടെന്നാണ് ഈ ടീ ടീ? എനിക്ക് മനസ്സിലാവണ എവിടെന്ന് പുറത്തിത് എവിടെന്നാണാവോ? അയ്യോ അമ്മേ, സ്വപ്നായിരുന്നോ? അയ്യോ, ഇനി അഭിഷേകം ഞാൻ ഇവിടെ ഉണ്ടാവോ? വേഗം വണ്ടി എടുത്ത് നമുക്ക് അവനെ അറസ്റ്റ് ചെയ്യാം, എന്ന് ജയിലിൽ കൊണ്ടാക്കാം. ഇല്ലെങ്കിൽ പിന്നെ മൊത്തം പ്രശ്നവും. നമ്മുടെ വീട്ടിലാവും ബോംബ് വെച്ചിട്ട് നമ്മ ചാവും. സ്വപ്നം എന്തോ ഭാഗ്യം. ഇനി അവനായിരിക്കും നിർഭാഗ്യം. പാവം, അവൻ ഇന്ന് ജയിലിൽ പോവും. ഒരു നിർബന്ധമില്ല അവൻ ജയിലിലാക്കണമെന്ന്. കാരണം അവന്റെ മോനെ അമ്മക്കൊന്നുമില്ല. അപ്പൊ അവൻ എന്തായി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് അവനെ ഇല്ലേ പോയി അറസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ഈ വില്ലേജിന്റെ ഇടയിൽ അവന്റെ വീട്. അവനില്ലേ കൊലപാതകം ചെയ്തതൊന്നും അറിയാണ്ടിരിക്കാനായിട്ട് ഒരു ഇടയിൽ അങ്ങോട്ട് വീട് വെച്ചേക്കുന്നു. ആരും അറിയൂലല്ല. ഒളിച്ചിരിക്കാണ് അയാള്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകണ്ടാവും, ഞാൻ മറന്നുപോയി ഈ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് നമുക്ക് അവനെ സെല്ലിലിടാം. ഓക്കെ, ഞാൻ അഭിഷേകിനെ എങ്ങനെ സെല്ലിലിട്ടൊക്കെയാണ് കേട്ടോ. അവനിനി എങ്ങനെ രക്ഷപ്പെടും നമുക്ക് നോക്കാം. അവന്റെ കയ്യിൽ വെപ്പൺസ് എങ്ങാനും ഉണ്ടോന്ന് നോക്കി. ഒന്നുമില്ല. അവനെ ഫുള്ള് പരിശോധിച്ചിട്ട് ആ സെല്ലിൽ കയറ്റി. ഇല്ലി പിന്നെ അവൻ ബോംബിടും. ബോംബിട്ടാലും നമ്മുടെ പോലീസുകാർ മാത്രമല്ലായിരിക്കും ചാവുക, അവനും ചാവും. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി പോകാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.